ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ചോദിച്ചിരുന്നു പുതിയ സർഫ് റൈഡർ വാച്ചിന്റെ വീഡിയോ ചെയ്യുമെന്ന്. സർഫ് റൈഡർ ഫൗണ്ടേഷനായിട്ട് കൊളാബറേഷനിൽ വരുന്ന രണ്ടാമത്തെ മോഡലാണത്. G5600 SFJ-9. G5600 SRF-1 ആയിരുന്നു ആദ്യത്തെ മോഡൽ. 1984 അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് സർഫ് റൈഡർ ഫൗണ്ടേഷൻ. കടലിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി സർഫേഴ്സ് ആണ് ഈ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. പിന്നീട് അതിന് ലോകവ്യാപകമായിട്ട് അംഗീകാരം ലഭിച്ചു. 1993 ഇതിന്റെ ജപ്പാൻ ഘടകം പ്രവർത്തനം ആരംഭിക്കുന്നത്. തിരിച്ചു വാച്ചിക്ക് വരുമ്പോൾ ആദ്യത്തെ സർഫ് റൈഡർ ഫൗണ്ടേഷൻ വാച്ച് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. മോണോക്രോം തീമായിരുന്നു, നെഗറ്റീവ് ഡിസ്പ്ലേ ആയിരുന്നു, മുകളിൽ സർഫ് റൈഡർ ഫൗണ്ടേഷൻ എന്ന് മാത്രമായിരുന്നു എഴുതിയിരുന്നത്. പുതിയ മോഡലിലേക്ക് വരുമ്പോൾ അവിടെ സർഫ് റൈഡർ ഫൗണ്ടേഷൻ ജപ്പാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നെഗറ്റീവ് ഡിസ്പ്ലേ മാറി പോസിറ്റീവ് ഡിസ്പ്ലേ വന്നു. സൂര്യോദയത്തിന്റെ ആദ്യ മണിക്കൂറുകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള യെല്ലോവും ബീജും കലർന്ന ഒരു തീമാണ്. ഇത്തവണ ബയോറസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയാണ് പഴയതും പുതിയ മോഡലുമായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇതൊരു 43mm റെസിൻ ബിൽറ്റ് വാച്ചാണ്. മിറർ ഗ്ലാസ് ആണ്. 47 ഗ്രാമാണ് ഭാരം. വാച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മൾട്ടി ടൈം, 48 സിറ്റീസ് കവർ ചെയ്യുന്ന വേൾഡ് ടൈം, സ്റ്റോപ്പ് വാച്ച്, ഓട്ടോ കലണ്ടർ, കൗണ്ട് ഡൗൺ ടൈമർ, 5 അലാംസ്, അവർലി ടൈം സിഗ്നൽ, ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ, പവർ സേവിംഗ് മോഡ് എല്ലാം ഉണ്ട്. ഇതൊരു സൂപ്പർ ഇലുമിനേറ്റഡ് ടൈപ്പ് വാച്ചാണ്. 200 മീറ്റേഴ്സ് ആണ് വാട്ടർ റെസിസ്റ്റൻസ്. മാത്രമല്ല ഇതൊരു സോളാർ പവർഡ് വാച്ച് കൂടിയാണ്. സിംഗിൾ ഫുൾ ചാർജിൽ 12 മാസം ബാറ്ററി നിൽക്കും. പവർ സേവിംഗ് മോഡിലാണെന്നുണ്ടെങ്കിൽ 22 മാസം. ഏത് ലൈറ്റിലും ചാർജ് ആവും. ഈ വാച്ചിന്റെ വാച്ച് ഫേസിലും ബാക്ക് പ്ലേറ്റിലും സർഫ് റൈഡർ ഫൗണ്ടേഷൻ എൻഗ്രേവിംഗ്സ് ഉണ്ട്. ലൂപ്പ് സ്ട്രാപ്പിൽ ഈ ഒരു മെസ്സേജും കാണാം. സൂപ്പർ കളറാണ്. ഈ വാച്ചിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യം, ഈ വാച്ചിന്റെ വില 9995 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കൊളാബറേഷൻ മോഡൽ ഇതാണ്. മുൻപത്തെ മോഡലിനും സെയിം പ്രൈസ് ആണ്. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ഈ വാച്ചിന്. ബേസിക്കലി ഇതൊരു G5600 ആയതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട. G-Shockൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി സാധനം ഇതാണ്. പിന്നെ ഇതൊരു കൊളാബറേഷൻ മോഡൽ ആകുമ്പോൾ കളക്റ്റബിൾ ഐറ്റം കൂടിയാണ്. ചെറിയ ഇഷ്ടമുള്ളവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതൊരു കൊളാബറേഷൻ മോഡൽ ആണെങ്കിലും ഇതൊരു മെയ്ഡ് ഇൻ ജപ്പാൻ വാച്ച് അല്ല, ഇത് മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ.